ഒന്ന് കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. എന്താടേ ചായപ്പൊടിയൊക്കെ പഴയതായോ? പഴയത് തന്നെ. അല്ല, അങ്ങനെയല്ല, ഇന്നലെ ഇട്ട അതേ തേയില തന്നെയാണ് ഇട്ടത്. എന്താ ഇത്ര പ്രത്യേകിച്ച് കുടിച്ചു നോക്കാം? അല്ല, കുടിച്ചു നോക്കണം. കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ആ തേയില ഇട്ടയാള് ഞാനല്ല. പിന്നാര്? പ്രശോഭ. പ്രശോഭോ? ഓ, അവനെന്തോ അടുക്കള ജോലിയോ? എനിക്കറിഞ്ഞുകൂടെ എന്റെ പൊന്നു കൊച്ചമ്മ. നേരെ അടുക്കളയിൽ ചെന്ന് നോക്കണം. പുട്ടിന് മാവ് നനയ്ക്കുന്നു, പിന്നെ മലക്കറി അരിയുന്നു, പിന്നെ തേങ്ങ തിരിയുന്നു. ഞാനേ കളിക്ക് എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ ഇങ്ങോട്ട് പറയാണ്, ഭാര്യയെ സ്നേഹിക്കുന്ന ഉത്തമ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം. നിങ്ങൾ കല്യാണം കഴിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂലെന്ന് പറഞ്ഞാൽ എന്നെ തിരിച്ചിങ്ങോട്ട് കളിയായി. ചുരുക്കം പറഞ്ഞപ്പോ അവൾ അവനെ അടുക്കളയിൽ കയറ്റി. അത്രേ ഉള്ളൂ. അതെ. കഷ്ടം തന്നെ ചെറുക്കന്റെ കാര്യം. ഇന്നലെ മാനേജർ ഇങ്ങോട്ട് വന്നായിരുന്നു. അല്ല, കൊച്ചമ്മ ഉറക്കമായതുകൊണ്ട് ഞാൻ വിളിച്ചിരുന്നേ ഉള്ളൂ. അല്ലല്ല, ഈ ഉണ്ണി പറയുന്നത് കേട്ട് കുറെ അധികം തുള്ളുന്നുണ്ട് ഇവൻ. ഏതാണ്ടൊക്കെയോ ഭയങ്കര മോട്ടിവേഷനാ കിട്ടുന്നത്. കാണട്ടെ, ഞാൻ ചോദിക്കാം. അതായത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ നിന്നിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്നെ അടുപ്പിക്കാത്തോണ്ട് എനിക്ക് പോവാൻ പറ്റിയില്ല. ഉണ്ണി പറഞ്ഞു കൊടുത്തു. അതിന്റെ ഫലമായിരിക്കും ഈ തേങ്ങാതിരിയലും മലക്കറി അരിയലും പുട്ടിന് മാവ് നനയ്ക്കലും ഒക്കെ. ഏതായാലും കൊള്ളാം. അതെ. എന്തോ നീ കാണിക്കുന്നേ? ഇങ്ങത്താ ഞാൻ ചെയ്യാം. മോളെ, നിനക്ക് തലയ്ക്ക് വയ്യാതിരിക്കില്ലേ? കുഴപ്പമില്ല. നിനക്ക് തലയ്ക്ക് സുഖമില്ലാതില്ലേ? എന്തോന്ന്? അല്ല, നിനക്ക് തല വയ്യാതിരിക്കില്ലേ? ഞാൻ ചെയ്തോളാം. എന്റെ അമ്മ നോക്കുന്ന എനിക്കത് തന്നു. എന്തുവാ കുഞ്ഞെ രാവിലെ? അല്ലമ്മ, ലക്ഷ്മിക്ക് തല വയ്യാതിരിക്കില്ലേ? അല്ല, അത് മനസ്സിലായി. നിനക്ക് ആഫീസിലൊന്നും പോണ്ടേ? അല്ല അമ്മ, ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞതാ, കേൾക്കുന്നില്ല. അയ്യോ, അവക്ക് തല വയ്യാതിരിക്കണോണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഓഫീസിൽ പോണത്. ലീവ് എടുത്തിരിക്കുക. എത്ര ദിവസം? 1. അല്ല, 1. അല്ലമ്മ, ഭാര്യക്ക് വയ്യാതായല്ലേ ഭർത്താവ് നോക്കണമല്ലോ. അപ്പൊ അത് വേണം. അയ്യോ, കൊള്ളാം. അത് മാത്രമല്ല, എല്ലാ ജോലിയും കൂടെ മുത്തോണ്ണന് ചെയ്യാൻ പറ്റൂല. അയ്യോ പാവം. അയ്യോ, അല്ല കേട്ടോ. അതെ. തൽക്കാലം തറ തുടക്കണ്ട. ഞാൻ രാവിലെ തറ വൃത്തിയായിട്ട് തുടച്ചിട്ടതാണ്. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം. വാഷിംഗ് മെഷീനുള്ള തുണികളൊക്കെ കൊണ്ടുപോയി മുകളിൽ വിരിക്കാം. അയ്യോ, അതൊക്കെ ഞാൻ ഓൾറെഡി വിരിച്ചു കഴിഞ്ഞു. എന്തോന്ന് മോളെ ഈ കാണിക്കണത്? വയ്യാത്ത തലയും വെച്ചോണ്ട് നീ എന്തിനു ഇതൊക്കെ ചെയ്യാൻ പോണത്? തല കൊണ്ടല്ല, കൈ കൊണ്ടാ ഞാൻ വിരിച്ചത്. എന്തായിരുന്നാലും നിനക്കിപ്പോ മനസ്സിലായല്ല എന്ത്? ഞാൻ ഉത്തമനായ സ്നേഹമുള്ള ഒരു ഭർത്താവാണെന്ന്. ഓ, സ്നേഹമുള്ള ഭർത്താവാന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണോ ഒറ്റ ദിവസം കൊണ്ട് ഈ കാണിച്ചു കൂട്ടലൊക്കെ കാണിച്ചത്? അപ്പം നീ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ടല്ലേ മുറിവുണ്ട് സ്റ്റിച്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കെട്ടി വെച്ചിരിക്കണത്? വചനെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു നാണയത്തിന്റെ 2 വശങ്ങളാ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞ ഒരു ദാമ്പത്യം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പരമൊക്കെ ഒന്ന് തോറ്റു കൊടുക്കണം. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വേണ്ടി വരും. അതിൻ്റെ ഇടയിൽ സൗന്ദര്യ പിണക്കങ്ങളും ഉണ്ടാവും. മനസ്സിലായോ? അയ്യോ, നീ ഇങ്ങനെ വലിയ കാര്യത്തില് ഒരുത്തന്റെ വർത്തമാനം കേട്ടാ ഇത്രയും തുള്ളുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ നിനക്കത് അറിയാവോ അയാളുടെ ഗതി എന്താന്ന്? ആര്? നമ്മുടെ മാനേജർ ഉണ്ണി. പാവം, ഭാര്യയുമായിട്ട് പിണങ്ങി കുറച്ചു കാലമായിട്ട് ഒറ്റയ്ക്ക് ലോഡ്ജിലാണ് താമസം. അപ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് 2 പേരും കൂടെ കൈ കൊടുത്തിട്ട് അടുക്കളയിൽ കയറി ജോലി തുടങ്ങിയാട്ടെ. ഞാൻ ഇന്നൊന്നും വിശ്രമിക്കണം. അല്ല, കാര്യങ്ങളൊക്കെ ഓക്കെ സ്ഥിതിക്ക് മുത്തോണ്ണനെ പാവം നീയല്ലേ പറഞ്ഞ മുത്തു ഒറ്റയ്ക്ക് ചെയ്ത കഷ്ടമാണ്. അയ്യോ കഷ്ടം. അത്രയും സ്നേഹം നിനക്ക് തോന്നിയല്ലേ? ഇന്നെങ്കിലും ഞാൻ ഒന്ന് വിശ്രമിക്കാം. അതെ, ഇന്ന് വിശ്രമിക്കട്ടെ. 2 പേരുടെ അങ്ങ് ചെയ്യാൻ തലവേദനക്കാരിയും ഉത്തമ ഭർത്താവ് അങ്ങ് പോയാട്ടെ. അയ്യോ, കൊള്ളാമല്ലേ? എന്തോന്നടാ ഇതൊക്കെ? കൂട്ട് നിൽക്കാനായിട്ട് മാനേജരും കൂടെ. അതെ, ബെസ്റ്റ് പാർട്ടി. ചക്കിക്കൊത്ത ചങ്കൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.